ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവവും ക്രൂശൻ മരണവും ഉയർത്തെഴുന്നേൽപ്പും എന്നിവ ധ്യാനിക്കുന്ന ദിനങ്ങളാണ് വലിയ നോമ്പിൻ്റെ ദിനങ്ങൾ. ഈ ദിനങ്ങളിൽ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം. സഫയ എന്ന് ചിന്തിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ജീവനുള്ള മൂലക്കല്ല് എന്നതാണ്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 33 മുതൽ 46 വരെ തിരുവചനങ്ങളാണ്. അതിൽ 42 വാക്യം കുറിവാക്യമായി എടുക്കുന്നു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. തള്ളിയ കല്ല് മൂലക്കല്ലാവുക. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മെ തള്ളിപ്പെട്ടവരായി തോന്നിയിരിക്കുന്നു എങ്കിൽ നിങ്ങളെക്കുറിച്ച് കർത്താവിന് വലിയ പദ്ധതികളുണ്ട്. യേശുവാണ് ജീവനുള്ള കല്ല്. അന്തമില്ലാത്ത ജീവന്റെ ഉടമയായ ജീവനുള്ള കല്ലാണ് ക്രിസ്തു. ആ കല്ലിനെ മനുഷ്യർ തള്ളിക്കളഞ്ഞു. അസ്ഥിരനായ മനുഷ്യന് തൻ്റെ സൃഷ്ടാവിനെയും വീണ്ടെടുപ്പുകാരനെയും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പ്രിയരെ, സത്യത്തിൽ യേശുവിന് ഇടം നൽകാതിരുന്നത് പോലെ തന്നെ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലും ദൈവപുത്രന് ഇടം കൊടുക്കുന്നില്ല. പ്രിയരെ, രാജാതിരാജാവും കർത്താതി കർത്തനുമായ യേശുക്രിസ്തുവിനെ മനുഷ്യർ തള്ളിക്കളഞ്ഞു. എങ്കിലും മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും നമ്മുടെ സഹോദരങ്ങളും സമൂഹവും തള്ളിക്കളഞ്ഞു എങ്കിൽ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പിതാവിൻ്റെ ദൃഷ്ടിയിൽ പുത്രൻ തിരഞ്ഞെടുക്കപ്പെട്ടവനും വിലയേറിയവനുമാണ്. ക്രിസ്തു സഭയുടെ മൂലക്കല്ലാണ്. മനുഷ്യർ വിലമതിക്കുന്നതിനെ ദൈവം വെറുക്കുന്നു. മനുഷ്യർ വെറുക്കുന്നതിനെ ദൈവം മാനിക്കുന്നു. മനുഷ്യൻ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുവെങ്കിലും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു മാനിച്ചു. സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തുകയും ചെയ്തു. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി ഒരു ഉപനിധിയുണ്ട്. ആ ക്രിസ്തുവിൽ ആശ്രയം വെക്കുന്ന ഒരുത്തനും ദൈവസന്നിധിയിൽ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ജീവനുള്ള കല്ലുകളാണ് സഭ. എന്നാൽ ദൈവത്തിന്റെ ഭവനത്തിൽ ജീവനുള്ള കല്ലുകൾ മാത്രമല്ല വിശ്വാസികൾ, പിന്നെയോ അവർ വിശുദ്ധ പുരോഹിതന്മാരുമാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ഏർപ്പെട്ടവരായി മാറി ക്രിസ്തുവിനോടൊപ്പം വസിക്കുന്നവരായി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഈ നോമ്പിന്റെ ദിനങ്ങളിൽ സഹായിക്കുമാറാകട്ടെ.